പരമ്പരാഗത രീതിയിൽ കൈപ്പങ്ങ കൃഷി ചെയ്യുന്ന തോട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം ഉണ്ട് നമ്മളെ കൂടെ. ഇബ്രാഹിയുടെ കൃഷിയിടത്തിൽ നമ്മൾ കൈപ്പങ്ങ ചെയ്യുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. മൾച്ചിങ് ഷീറ്റ് ഒക്കെ അന്നിച്ച് പറയണ്ടായിരുന്നു പരമ്പരാഗത രീതി അതല്ല, ഒറിജിനൽ നമ്മൾ തട്ടിക്കൂട്ട് പരിപാടിയില്ല. തണ്ണിമത്തം പോയ അതില് വിത്ത് കുത്തിടുക, കിട്ടിയ കിട്ടി പോയാ ഇബ്രാഹിം ഫുള്ള് ഐഡിയമില് കളിക്കോളാം. ഇതിപ്പോ എത്ര ദിവസം പ്രായമായിട്ടുള്ള കൈപ്പങ്ങാണ്? ഇതിപ്പോ 22 ദിവസമായി നക്കൽക്ക്. ഇപ്പൊ ഒരു തടത്തില് എത്ര എണ്ണം വെച്ചില്ല? എത്ര വിത്ത്? 4 വിത്ത് 3 വിത്തൊക്കെ ഇടും. അതിന്റെ സെന്ററിൽ തന്നെ നമ്മള് കുത്തു കൊടുക്കും. അപ്പൊ അത് വള്ളിമ കയറ്റിട്ട് ഇടാനുള്ള പരിപാടിയില്ല. മഴക്കാലത്ത് ഇതിലിപ്പോ ഈർപ്പം നിന്ന വിഷയം ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇത് വെള്ളം ഈർപ്പം പറയുന്ന സ്ഥലമായതുകൊണ്ട് അടിപൊളിയായിട്ട് എന്തൊക്കെ കൊടുത്തു? അടിപൊളിയായിട്ട് കോഴിക്കാട്ടും വളപ്പൊടി, കോഴിക്കാട്ടും വളപ്പൊടി മാത്രം കൊടുത്ത്. ഇതിപ്പോ നല്ല താഴ്ച ചെറിയൊരു കുജി, ഒരു അരടി കുജില് അരടി മണ്ണ് മാന്തിട്ട് വട്ടുണ്ടാക്കല്ലേ. പിന്നെ നമ്മള് ഈ കൃഷി തുടങ്ങിയ മുതൽ പിന്നെ ഒരു കൃഷിക്കാരനാക്കി ഉണ്ടാക്കുന്ന ആളാ നമ്മളെ ശബരിനാട്. പേരെന്താ? ശബരി. ശബരി ആണ് നമ്മളെ ഗുരു. സ്ഥലം തമിഴ്നാട്. വർഷങ്ങളായിട്ട് നിങ്ങൾ കൂടെ ഞാൻ 25 കൊല്ലത്തിന് മേലുണ്ടാവും എന്റെ ഒപ്പം. ഓന് 100 റുപ്യ കൂലിയുള്ളന്ന് എന്റെ ഒപ്പം കൂടിയാ 125 റുപ്യ കൂലിയുള്ള നാട്ടിൽ പോയി വരും. വരും. ഓൻ തന്നെ എന്റെ പണി. ഞാൻ വേറെ ഒരാളും വിളിക്കലില്ല. എല്ലാ പണിക്കും നമ്മളില്ലെങ്കിലും കാണിച്ചു കൊടുത്താൽ എന്താ നമ്മൾക്ക് ഓന്റെ സഹായത്തോടെ ചെയ്യാണ്. എനിക്കായിട്ട് ഫുള്ളായിട്ട് ഇപ്പൊ ഒരു ബൈക്ക് പണിക്കുന്നില്ല. ഇതിന്റെ മേലെ മേലെ കോഴിക്കാട്ടും വളപ്പൊടി ഇടും, പാറ്റം പോസ്റ്റ് ഇടും, എന്നിട്ട് കൊത്തിമൂടും അല്ലേ? അത്ര ചെയ്യുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വളർത്തു. പിന്നെ ഇടക്കിടക്ക് കൈപ്പക്ക് ഇറക്കും പറയും. ഒരണ്ട ഇത് നല്ലിടണം. പൊട്ടാസും പാറ്റും പച്ചക്ക. ഇത് ഒരു 60 സെന്റ് ഉണ്ടാവും. 60. എത്ര മരട്ടുണ്ടാവും ഇതില്? ഇത് 65 കാലുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ കള കഴിഞ്ഞാൽ പന്തലെടുക്കും. കുറച്ച് ദിവസം മെനക്കെട്ട പണിയുണ്ട് ഇതില്. ഇതിപ്പോ ഒരു 3 ദിവസത്തെ പണി ഉണ്ടാവും ഇതില്. 2 ദിവസത്തെ കള ഉണ്ടാവും, 1 ദിവസം പന്തലെടുക്കാൻ കമ്പി എടുക്കാണ്ടാവും, 1 ദിവസം കയറി ഇട്ടുണ്ടാവും, 4 ദിവസത്തെ പണി ഉണ്ടാവും. ഇത് വിത്ത് വെച്ച് കഴിഞ്ഞാല് എത്ര ദിവസം കൊണ്ട് ഇത് കായ? ഇതൊരു 35 ദിവസം കൊണ്ട് ഇറക്കാം, കേടില്ലെങ്കിൽ. 35 ദിവസം അറിവ്. എന്നിട്ട് അത് നമുക്ക് എത്ര ദിവസം? നമുക്ക് ഇതിന് ക്വാളിറ്റി മാതിരിയാണ്. അതൊരു 2 മാസം 2.5-3 മാസം കിട്ടും. ഈ 60 സെന്റ് നമുക്ക് ചെയ്യാൻ എത്ര രൂപ ചെലവ് വരും? ഇതിപ്പോൾ 5000 റുപ്യ കൂട്ടാനായി ഇതൊരു 10-30 റുപ്യ വരും. പന്തലടക്കം 10-15 റുപ്യ. സാധനം നമ്മളെടുത്തുണ്ടായതുകൊണ്ട്, കമ്പി സാധനമൊക്കെ എന്റെ ഉണ്ടായതുകൊണ്ട് 50 റുപ്യ. കാരണം ഇപ്പൊ കമ്പിക്ക് വില കൂടി, പണിക്കൂലി കൂടി. കമ്പി ഒരു കിൻഡലോളം കമ്പിന്റെ അടുത്ത് പല ജാതി കമ്പികളുണ്ട്. പഴയത് വർഷമായിട്ട് കൃഷിയല്ലേ. റോൾ ചെയ്ത് പോകാൻ നമ്മള്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ പുതിയതായിട്ട് പന്തലിട്ടണം എന്നുണ്ടെങ്കിൽ കമ്പിയുടെ പൈസ നിങ്ങൾ പറഞ്ഞ 50,000 നിൽക്കൂല. 20 കൊല്ലമായിരിക്കും ഞാൻ ഇവിടെ വന്നിട്ട്. ഇവരെ സഹായത്താലാണ് നമ്മളിതെല്ലാം ചെയ്യണേ. നമ്മൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ. അപ്പൊ നിങ്ങളെ സ്വന്തം പ്രോപ്പർട്ടി അല്ല? പിന്നെ അതേമാതിരി അതായത് നിങ്ങളെ പ്രോപ്പർട്ടിയിലെ ചെയ്യണല്ലേ? അപ്പൊ എത്ര വർഷം ഇവിടെ ഒരു 20 വർഷത്തിന് മേലെ. ഇവിടെ വെള്ളത്തിന് നല്ല സൗകര്യം ഉണ്ട്. മേലെ കോറി ഉണ്ട്. ആ കോറി നിന്നിട്ട് അടിക്കാണ്.